ഇപ്പോൾ ഇന്ത്യയുടെ നയം ഈ അതിർത്തികൾ ശക്തിപ്പെടുത്തുക എന്നതാണ്. അത് എല്ലാ രാജ്യത്തിൻ്റെ, പാകിസ്ഥാനായാലും ചൈനയായാലും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശായാലും ഏത് രാജ്യത്തിൻ്റെ അതിർത്തികൾ ശക്തിപ്പെടുത്തുക. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബംഗ്ലാദേശിൽ അതിർത്തിയിൽ മുള്ളുവേലി കെട്ടിത്തിരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട്. അവിടെ ആ പണികളും നടന്നു വരികയാണ്. പക്ഷേ ഇതിനെതിരെ ബംഗ്ലാദേശ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ നേരിട്ട് വിളിച്ച് തന്നെ അവിടെ കൂടിക്കാഴ്ച നടത്തി ഈ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രതിഷേധം അറിയിച്ച ഇന്ത്യ ഇതിൽ നിന്നും പിന്മാറുമോ? എവിടെ മോഡിയല്ലേ പോയി പണി നോക്കാൻ പോകും. മോഡീൻ്റെ എന്തിനും നിങ്ങൾ പ്രതിഷേധം ഉയർത്തിയിട്ടൊന്നും കാര്യമില്ല. അവർ ചില കാര്യങ്ങളിൽ ഭയങ്കര കൺവിക്ഷൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അതൊന്നും പിന്മാറാനും പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് നമ്മളതിർത്തി നമ്മളെ വേണ്ടിയിടുന്ന അവർക്കെന്താ? അപ്പോൾ അതിനകത്ത് അവർക്ക് അവിടെ എന്താ കള്ളക്കളി നിന്നല്ലേ. അവരെപ്പോഴും ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഹിന്ദുസിനെ വലിയ രീതിയിൽ പെർസിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുസ് ഇങ്ങോട്ട് ഓടി വരും. അപ്പോൾ ഹിന്ദുസിനെ പതുക്കെ അവിടുന്ന് ചവിട്ടി പുറത്താക്കാന്നുള്ള ലൈന് അത് ഖാലിദ ഇവർ മാത്രമാണ്, ഷെയ്ഖ് ഹസീന മാത്രമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാത്തുള്ളത്. ബാക്കി എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വന്ന് കൽക്കത്തയിൽ വന്നടിക്കും. അപ്പോൾ അതിന് അത് ആ പ്രദേശം അവർക്ക് അത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞിട്ടു. ഇതാണ് ഇന്ന് ഇവരുടെ പ്ലാന്. അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ അവരെയും കുറേ ആളുകൾ ബംഗ്ലാദേശി മുസ്ലിംസും വരും, ഇല്ലീഗൽ മൈഗ്രൻ്റായിട്ട് ഇവരുടെ കൂടെ വരും. അപ്പം അതവർക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ പാവങ്ങൾ സത്യത്തിൽ വരുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇസ്ലാമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഭക്ഷണം കിട്ടില്ലല്ലോ. ഇന്ത്യയിൽ കുറച്ച് വലിയ രാജ്യമാണ്, കുറച്ചൊരു വികസിത രാജ്യമാണ്, കുറച്ചൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ വരുന്നത്. ബേസിക്കലി ഇവർ ഇന്ത്യക്കാരുമാണല്ലോ, ഹിന്ദുക്കളാണല്ലോ, പണ്ടെങ്ങോ കൺവേർട്ടായി പോയതാണ്. പക്ഷെ അവർക്ക് ഈ വരുന്ന ആളുകൾക്ക് എത്രത്തോളം പക്ഷേ ഈ വരുന്ന ആളുകൾ പല ആളുകളും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അവർ പല ആളുകളും ഈ വരുന്ന ആളുകളല്ല, ബംഗാളി മുസ്ലിംസാണ് പറഞ്ഞത്, ചിലപ്പോൾ ബംഗ്ലാദേശികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരങ്ങനെ ഭയങ്കര കമ്മ്യൂണറൊന്നല്ല. അവർക്ക് അവരുടെ വിശ്വാസമൊക്കെ ഉണ്ടെന്നല്ല. എനിക്ക് പലപ്പോൾ എൻ്റെ അത്ര പോലും മുസ്ലിം എല്ലാം തോന്നിയിട്ടുണ്ട് പലരും. പക്ഷെ അവർക്ക് ഈ പറയുന്നതിൻ്റെ നോമ്പ് നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്ര ഒരു റിലിജിയോസിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഇവരുടെ ഏജൻറ്റുമാർ നോങ്ങിയുള്ളൂ. ISI, ജമാഅത്ത് ഇസ്ലാമി, അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി, ഇവരുടെ കുറേ ഏജൻറ്റുമാർ നോങ്ങിയുള്ളൂ. അവരിവരെ ഇങ്ങനെയുള്ള ആളുകളെന്ന് വെച്ചാൽ ഇവർക്ക് പ്രത്യേക കാഴ്ചപ്പാടൊന്നുമില്ല. ഇവർ മഴവെള്ളം പോലെയാണ്. ഈ മഴവെള്ളത്തിന് ഒലിച്ചു പോകാനുള്ള ചാലി ഇവന്മാർ കയറി കൊടുക്കും. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അങ്ങനെ ഇന്ത്യയിൽ വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മുള്ളുവേലി കെട്ടുന്നത്. അല്ലെങ്കിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ മുള്ളുവേലി കെട്ടിയിട്ടുള്ള സ്ഥലം പാകിസ്ഥാൻ ബോർഡറിൽ തന്നെ കംപ്ലീറ്റ് കെട്ടിയിട്ടൊന്നുമില്ല. പ്രധാനമായിട്ടും മറ്റേ ഇവിടെയാണ്, പിന്നെ ലൈൻ ഓഫ് കൺട്രോൾ ഇവിടെ കാശ്മീരിലാണ് കെട്ടിയിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഒരു സൗദി രാജ്യമായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ മുള്ളുവേലി കെട്ടി തിരിക്കുന്ന പ്രശ്നമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചെക്ക് പോസ്റ്റുകൾ അവിടെ എവിടെ ഉണ്ടാകുന്നല്ലാണ്ട് ഈ പുതിയ നയതന്ത്ര പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഇപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഈ പറയുന്ന അഭയാർത്ഥികളുടെ ഒരു കടന്നുവരവ്, അത് ലിമിറ്റിൽ കൂടുതൽ ഇന്ത്യക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ ഈ പറഞ്ഞത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാകും. മൂന്നാമത്തത് ഈ പറഞ്ഞതുപോലെ എന്താണ് പുതിയ സാഹചര്യത്തിൽ അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യക്ക് ഹോസ്റ്റൈലാണ്, ഇപ്പോൾ പാകിസ്ഥാനിയാണ്. അപ്പം അവിടെ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് ചിലപ്പോൾ ഇനി പണ്ടത്തെ പോലെ പീസ്ഫുള്ളായിട്ടുള്ള ആളുകളായിരിക്കണമെന്നില്ല. പണ്ടത്തെ പൊതുവേ ഈ ജോലിയൊക്കെ അന്വേഷിച്ച് വന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാശ്മീരിൽ ഇപ്പോൾ നുഴഞ്ഞുകയറ്റം അത്ര എളുപ്പമല്ല, കുറഞ്ഞിട്ടുണ്ട്. മുള്ളുവേലി കെട്ടി പട്ടാളം ഉണ്ടല്ലോ അവിടെ, അന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വഴി ചിലപ്പോൾ അവർ കയറ്റിവിടാൻ സാധ്യതയുണ്ട്. അതെല്ലാം കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിർത്തി നമ്മൾ മുള്ളുവേലി കെട്ടുന്നത് അവർക്കെന്താ പ്രശ്നം? ഇതിൻ്റെ പ്രോബ്ലം പറയുന്നതെന്ന് വെച്ചാൽ പകൽ ഈ നമ്മൾ സാർക്ക് രാജ്യങ്ങളിൽ പകൽ ഇവിടെ വന്ന് ജോലി ചെയ്ത് യാത്ര തിരിച്ചു പോകുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അതിന് പാസ്പോർട്ട് മാത്രം മതി. അതിനുള്ള പാസ്സൊക്കെ ഉണ്ട്, നേപ്പാളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെ ചരക്ക് നീക്കങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പക്ഷേ നെഗറ്റീവായി ബാധിക്കും എന്നുള്ളതായിരിക്കും അവരുടെ കൺസേൺ. അതൊക്കെ ഒഫീഷ്യലായി നടക്കുന്ന കാര്യമല്ല. വാഗാ ബോർഡർ പോലുള്ള ബോർഡർ പാസിങ്ങുകളുണ്ട്. ആ പാസിങ്ങുകളിലൂടെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പണ്ടെല്ലാം ഈ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ഇന്ത്യ നല്ല സൗഹൃദത്തിലാണ്. ഇപ്പോൾ ഇന്ത്യ സൗഹൃദം ആഗ്രഹിച്ചാലും ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് തലവേദനയാകുന്ന ഒരവസ്ഥയില്ലേ? കാരണം കുറച്ച് നാൾ മുമ്പ് നേപ്പാൾ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ തിരിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ശ്രീലങ്ക, മാലി, ഇപ്പോൾ ബംഗ്ലാദേശ്. അങ്ങനെ ഇന്ത്യ സൗഹൃദം ആഗ്രഹിക്കുമ്പോഴും ഈ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണത്തിലാണ്. അന്ന് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് നേപ്പാളിലെ പട്ടാളത്തിന് ഭൂട്ടാനിലെ പട്ടാളനൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാണ്. ബംഗ്ലാദേശിന്, ശ്രീലങ്കനൊക്കെ നമ്മൾ മാലദ്വീപിലൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് വന്നാൽ നമ്മളാണ് രാജീവ് ഗാന്ധിയാണ് നേരിട്ട് സഹായിച്ചു പട്ടാളാധികാരം പിടിച്ചെടുത്തപ്പോൾ. അപ്പം നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ.
അന്ന് അമേരിക്കയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, സോവിയറ്റ് റഷ്യയായിട്ട് യുദ്ധം ചെയ്യേണ്ടിയിരുന്നു. വെസ്റ്റ് ഏഷ്യയിൽ അവർക്ക് യുദ്ധങ്ങളുണ്ടായിരുന്നു. ഒന്നും ഇസ്രായേലിന് വെസ്റ്റ് ഏഷ്യയിൽ ഈ പറഞ്ഞ മേൽക്കൈയൊന്നുമില്ല. ഇപ്പോഴാണ് ഇത്രയും 80കളും ഇത്ര വലിയ മേൽക്കൈയൊന്നുമില്ല. അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നത കൊണ്ടാണ് ഇസ്രായേൽ പല യുദ്ധങ്ങളും ജയിച്ചിട്ടുണ്ടായിരുന്നത്, പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോൾ അതല്ല, ഇസ്രായേൽ നല്ല മേൽക്കൈയുണ്ട്. അത് വെസ്റ്റ് ഏഷ്യയിൽ അമേരിക്ക വിചാരിച്ച എല്ലാ പ്ലാനും ഇറാഖ് സദ്ദാം ഹുസൈൻ ഓടിച്ചു, സിറിയ ഭരണകൂടത്തെ ടോപ്പിൾ ചെയ്തു, ലിബിയയിൽ ടോപ്പിൾ ചെയ്തു. അങ്ങനെ അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും. ഇപ്പോൾ അവർ ഫ്രീ ആണ്. ഇപ്പോൾ ലോകത്ത് ഇനി അവർക്ക് അവരുടെ അജണ്ട നടപ്പിലാണ് ഒരേ സ്ഥലം ഇന്ത്യ ഭൂഖണ്ഡം. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ഇന്ത്യ ഭൂഖണ്ഡത്തെ നേരിട്ടൊന്നും ആക്രമിക്കാൻ പറ്റില്ല. അതിനവർ എക്സ്റ്റേണലും ഇൻറ്റേർണലും ആയിട്ടുള്ള എനിമീസിന് ഉപയോഗിക്കാനായിരിക്കും. എക്സ്റ്റേണൽ എനിമി എന്ന് വെച്ചാൽ ബേസിക്കലി ഈ പറഞ്ഞ നമ്മളൊക്കെ നമ്മുടെ ആശ്രിതൻ എപ്പോഴും യജമാനാണ് ആഗ്രഹം ഉണ്ടാവും. മുമ്പ് അവരെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവർ ആശ്രിതനായി തന്നെ നിന്നു. ഇപ്പോൾ അതല്ല, അവരെ സഹായിക്കാൻ അമേരിക്കയുണ്ട് ഇന്ത്യക്കെതിരെയാണ്. ചൈനയും സഹായിക്കും ഇന്ത്യക്കെതിരെ. അപ്പോൾ അവർക്ക് മറ്റ് സപ്പോർട്ടേഴ്സ് വന്ന സമയത്ത് അവരെന്ത് ചെയ്തു, അവർ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. മുമ്പ് അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ള ലൈനാണ്. അപ്പോൾ ഇന്ത്യനെ ആക്രമിക്കണ അമേരിക്ക നേരിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് തോന്നാതിരിക്കില്ല. ഇന്ത്യ ഏതെങ്കിലും അയൽരാജ്യങ്ങളുടെ പരമാധികാരത്ത് കൈകടത്തിയെന്ന് തോന്നിയിട്ട് എന്ത് ചെയ്യും, സാങ്ഷൻസ് കൊണ്ടുവരും. എങ്ങനെയാണ് അവർ പിടിക്കുക, പതുക്കെ അങ്ങനെ ഒരു കൺസെൻറ്റ് ലോകത്തുണ്ടാക്കിയെടുക്കും. പിന്നെ ഉള്ളത് ഇന്റേണലായിട്ട് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ടല്ലോ. അത് ഏതെങ്കിലും പ്രത്യേക മതക്കാരെന്നല്ല, പല വിഭാഗക്കാരുണ്ട്. പല ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, പല മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്റേണലി ടോപ്പ് ചെയ്യും. അവർ കാണുമ്പോൾ നിങ്ങൾ വളരെ സാത്വികരായിട്ടുള്ള നല്ല മനുഷ്യന്മാരൊക്കെ അറസ്റ്റ് ചെയ്തു നിങ്ങൾ പറയാറ്. ഇവരുള്ളിൽ പലപ്പോഴും വിധ്വംസക പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിനുള്ള മറയാണ് ഇവർക്കിത്. അതറിയുന്നതുകൊണ്ടാണ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തത്. അത് സത്യത്തിൽ ഈ അവർക്കൊക്കെ വേണ്ടി വാദിക്കുന്നവർക്ക് അറിയില്ല, നാളെ അവരുടെ കൂടി വീട് കുളം തോണ്ടാനാണ് ഇവരെ പരിപാടി. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഈ പറയുന്നത് പോലെ നമ്മൾ ഇപ്പോൾ അവർക്ക് ഇങ്ങോട്ട് നമ്മളങ്ങോട്ട് സൗഹൃദം ആഗ്രഹിച്ച് അവരിങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ വാഫൂട്ട് തന്നെ നിൽക്കേണ്ടി വരും. അത് നമ്മൾ ആ മുൻകരുതൽ നമ്മൾ എടുക്കുന്നു, അത്ര കണ്ടാൽ മതി. ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് നാം നോക്കുകയാണെങ്കിൽ പഴയ കുറച്ചു കാലം മുമ്പ് തുടർച്ചയായി തന്നെ ഇന്ത്യക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ഇന്ത്യയിലെ ചില സ്ഥലങ്ങൾ തങ്ങളുടെ ഭാഗമാണെന്നെല്ലാം പ്രസ്താവനകൾ വരുന്നു. ഈ വിമർശനങ്ങൾ കൂടിപ്പോയാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇതാ മുള്ളുവേലി ഇന്ത്യയുടെ അതിർത്തിയിൽ കെട്ടിയാൽ ഇന്ത്യക്കെതിരെ വിമർശനം, ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ നേരിട്ട് വിളിക്കുന്നു. ബംഗ്ലാദേശിൻ്റെ ഭാവി എങ്ങോട്ടായിരിക്കും? നമ്മുടേതൊന്നും അവരുടേതെന്നും പറയുന്ന ഒരുപാട് കൃത്യമായി ഡിഫൈൻ ചെയ്യാത്ത ഏരിയകൾ ബംഗ്ലാദേശ് അതിർത്തിയിലുണ്ട്. അത് മോഡിയും ഷെയ്ഖ് ഹസീനയും കൂടി ഉടമ്പടി ഉണ്ടാക്കിയിട്ട് അത് ഇന്ത്യയും പാകിസ്ഥാനും കൂടി, ഇന്ത്യയും ബംഗ്ലാദേശും കൂടി വീതിച്ചെടുത്തിട്ടുണ്ട്. എൻക്ലേവുകൾ, നോമാൻസ് ലാൻഡ് പോലുള്ള സ്ഥലമാണ്. അവിടെ ജനങ്ങൾക്ക് ഒരു രാജ്യത്തും പൗരാവകാശമില്ല, വിദ്യാഭ്യാസമില്ല, ആരോഗ്യ സൗകര്യങ്ങളില്ല, ജോലി കിട്ടില്ല, പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തെ സെറ്റിലാക്കാൻ ഷെയ്ഖ് ഹസീനയും മോഡിയും തമ്മിലുള്ള എഗ്രിമെൻറ്റിന് പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ വലിയ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്, എൻക്ലേവുകൾ. പിന്നെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അല്ലെ, ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്ന പുതിയ സാഹചര്യത്തിലാണല്ലോ. അല്ല, പുതിയ സാഹചര്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർ പുതിയ സാഹചര്യം, പുതിയ ഈ സിസ്റ്റത്തെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അത് കാരണമൊന്നുമില്ല, അവർ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേ അമേരിക്ക സപ്പോർട്ടിൻ്റെ ഒരു കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അമേരിക്ക ഇത് വെച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് ഇവരെ നമുക്ക് അവർ കയ്യും തരും, ഉള്ളിൽ കൂടെ ഇവരെ വെച്ചുകൊണ്ട് നമുക്കെതിരെ കളിക്കുകയും ചെയ്യും. ഇതാണ് അവർ കളിക്കുക. അപ്പോൾ ഇത് നമുക്കും അറിയാം ഇവരങ്ങനെ കളിക്കൂ എന്നുള്ള കാര്യം. നമ്മൾ സത്യത്തിൽ ഇപ്പം നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാനെക്കാട്ടും അത് പക്ഷേ ചൈനയെക്കാട്ടും നമ്മുടെ വലിയ ശത്രു അമേരിക്കയാണ്. ട്രംപ് വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാലം അനുകൂലമായിരുന്നു. പക്ഷേ വരുന്ന ആളുകളെല്ലാം ട്രംപ് ആവണമെന്നില്ല. അവിടുത്തെ ഒരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ട്. അവർക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യം. ആ ലാഭം കിട്ടാൻ വേണ്ടി അവർ മതത്തെ ഉപയോഗിക്കുന്നുണ്ട്. മതം പെട്ടെന്ന് ഇതുപോലുള്ള രാജ്യങ്ങൾ തീ പിടിക്കുന്ന ഒരു സാധനമായതുകൊണ്ട്. ബംഗ്ലാദേശിൻ്റെ പോക്കെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ഇനി അധികം താമസിയാതെ എനിക്ക് തോന്നി ഈ രീതിയിൽ പോകുകയാണ് ഭീകരവാദത്തിൻ്റെ ഹബ്ബായിട്ട് മാറും. എന്നിട്ട് അത് പല രാജ്യങ്ങളായി ചിഹ്നിച്ചെന്നതാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.